ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ക്യാമാർട്ടിലാണ്. ക്യാമാർട്ടിൽ ഒരുപാട് സ്റ്റോക്കുകൾ ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് കാനോൺ, നിക്കോൺ, സോണി, ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എൽദോ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. നമുക്ക് സോണിന്ന് സ്റ്റാർട്ട്. അതെ, സോണിയിലാകുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് കോമ്പാക്ട് ക്യാമറ ആണ് വരുന്നത്. സോണിയുടെ ZV-1F എന്ന് പറഞ്ഞ സീരീസ് ആണ്. ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും 28,000 തൊട്ടാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഒരു വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്. ഇപ്പൊ വ്ളോഗേഴ്സിന് സോണിയിൽ വരുന്ന ഏറ്റവും റേറ്റ് കുറഞ്ഞ ക്യാമറയാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് സോണിയുടെ ആൽഫ 6000 എന്ന് പറഞ്ഞ സീരീസ്. ഇതൊക്കെ ആകുമ്പോൾ ഒരു 23,000 റുപ്പീസ് ആണ് ബോഡി ഓൺലി പ്രൈസ് വരുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് പീസ് ആണ്. പ്ലസ് ബാറ്ററി, ചാർജർ, എക്സ്ട്രാ ആക്സറീസ് ഫുള്ളുണ്ടാവും. ഇത് കിറ്റ് ലെൻസോടെ ആണെങ്കിൽ നമുക്ക് ഒരു 27,000 കൊടുക്കും. 27,000 കിറ്റ് ലെൻസ് ഏതാ വരുന്നത്? 1645 എന്ന് പറഞ്ഞ കിറ്റ് ലെൻസ് ആണ് നമുക്ക് എല്ലാ ക്യാമറയ്ക്കും കിറ്റ് ലെൻസ് 1650. അതെ, ഇത് നമ്മുടെ 6300 എന്ന സീരീസ്. 4K ഒക്കെ എടുക്കാം. അതേപോലെ ചെറിയ ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു മോഡലാണ്. ടോപ്പ് ആണെങ്കിൽ കൂടിയിട്ട് ഒരു ഫുൾ ഫ്രെയിമിന്റെ ഒക്കെ പെർഫോമൻസ് കിട്ടും നമുക്ക് ഇതില്. ഇതൊക്കെ നമുക്കൊരു 32,000 33,000 ആണ് ഇത് ലെൻസ് അടക്കം പ്രൈസ് വരുന്നത് നമുക്ക്. പിന്നെ ഫുൾ ഫ്രെയിമിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ലോ ബഡ്ജറ്റ് സോണിയുടെ A7M3 എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട് കേട്ടോ. ഒരു 10-20 പീസ് നമുക്ക് ഇവിടെ സ്റ്റോക്കിൽ M3 വിത്ത് ചാർജർ, ബാറ്ററി, ഫുൾ ആക്സറീസ് അടക്കം നമുക്കൊരു 62,000 കൊണ്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ബോഡി ഉണ്ട്. ഇതിന്റെ ഒരു കിറ്റ് ലെൻസ് ഒരു 2870 ഒക്കെ ആണെങ്കിൽ നമുക്ക് 2870 കിറ്റ് ലെൻസ് നീറ്റ് ലെൻസ് ആണ്. ഈ ലെൻസ് അടക്കം നമുക്കൊരു 78,000 ബോഡി വിത്ത് ലെൻസ്. പിന്നെ പോർട്രേറ്റ്സ് ഒക്കെ എടുക്കാൻ പറ്റിയ ലെൻസാണ് 50mm. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ് ആണ്. ഇതൊക്കെ ആകുമ്പോ നമുക്കൊരു 12,000-13,000 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. M3 തന്നെ ഒരു 10-20 പീസോളം നമുക്കിവിടെ സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. കണ്ടീഷൻ ബേസ് ആയിരിക്കും പ്രൈസ് വരും. ഏകദേശം 20 സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് നമ്മൾ പ്ലസ് ഒരു 2 month ചെക്കിംഗ് വാറന്റി ഉണ്ടാവും. ഇതിൽ വാറന്റി പീസുകളായിട്ട് വല്ലതും വരുന്നുണ്ടോ? അതായത് കണ്ടീഷൻ ബേസ് വാറന്റി ബേസ് ആയിരിക്കും നമുക്ക് പ്രൈസ്. ലോ പ്രൈസിലൊക്കെ ആണെങ്കിൽ 62 റേഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് വാറന്റിയിൽ വരുമ്പോ 90-95 റേഞ്ചിലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇതിൽ കുറെ പീസസ് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ വാറന്റി പീസ് ഒരു 1 year ഒക്കെ വാറന്റി ഉണ്ടാവും. അപ്രോക്സ് 85 റേഞ്ചാണ് വരുന്നത് മാക്സിമം വിത്ത് ചാർജർ, ബാറ്ററി, ഫുൾ ആക്സറീസ് ആണ്. പിന്നെ സോണിയുടെ തന്നെ A7S3 എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്. വീഡിയോഗ്രാഫിക്കാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ആകുമ്പോൾ 1,80,000 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരും. വിത്ത് ചാർജർ, ബാറ്ററി, കംപ്ലീറ്റ് ആക്സറീസ് ഉണ്ടാവും. പ്ലസ് ഒരു 6 month വാറന്റി ഉണ്ടാവും. ഇതൊരു 2 lakh വരും. പിന്നെ സോണിയുടെ A7M4 എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്. ഒരു 1 year റിമൈനിങ് വാറന്റി പീസ് ആണ്. 1,45,000 റേഞ്ച് ആണ്. ഫുൾ ആക്സറീസ് ഉണ്ടാവും. ചാർജർ, ബാറ്ററി, എല്ലാ ആക്സറീസ് ബോക്സ് ഉണ്ടാവും. ഓതറൈസർ കമ്പനിയുടെ വാറന്റി ആണ്, നമ്മുടെ ഷോപ്പ് വാറന്റി അല്ല. ഷോപ്പ് വാറന്റി 2 month ഉണ്ടാവും. ഇപ്പൊ കമ്പനി വാറന്റി ഉള്ളപ്പോ നമുക്ക് ഷോപ്പ് വാറന്റിയുടെ കാര്യം ആവശ്യമില്ല. പിന്നെ സോണിയുടെ തന്നെ A9II എന്ന് പറഞ്ഞ സ്റ്റില്ലൊക്കെ യൂസ് ചെയ്യുന്ന ക്യാമറയാണ്. 3 lakh അബോ പ്രൈസ് വരുന്നുണ്ട്. നമുക്ക് ആ പ്രൈസേ പറഞ്ഞുള്ളൂ. 1,75,000 റേഞ്ച് ആണ്. ഇത് ബാറ്ററി, കംപ്ലീറ്റ് ആക്സറീസ് ഉണ്ടാവും. ഇതിന് നമ്മുടെ ഷോപ്പ് വാറന്റി കൊടുക്കാം. 2 month ഒക്കെ ചെക്കിംഗ് വാറന്റി കൊടുക്കാം. ഷട്ടർ കൗണ്ട് 1 lakh ബിലോ ആയിട്ടില്ല. പിന്നെ സോണിയുടെ തന്നെ A7M4 ഉണ്ട്. ഒരു 4-5 പീസോളം നമുക്ക് സെക്കൻഡ്സിൽ ഇപ്പോ നിലവിൽ അവൈലബിൾ ആണ്. അതുകൂടാണ്ട് R3 ഉണ്ട്. അത് 1,45,000 റേഞ്ചിൽ 1 year വാറന്റി പീസാണ്. കുറെ കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്. സോണിയുടെ തന്നെ FX3 സിനിലയറാണ്. 3,50,000 ഒക്കെ പ്രൈസ് വരുന്നുണ്ട്. ഇത് 1 year ഓൾഡ് ഉള്ളൂ. റിമൈനിങ് 2 years അപ്പോ വാറന്റി ഉണ്ട്. നമുക്കൊരു 3 lakh ഉണ്ടാവും. ഫുൾ ആക്സറീസ് ഉണ്ട്. സോണിയുടെ A7C ഉണ്ട്. വിത്ത് 1 month ഓൾഡ് ഉള്ളൂ. പുതിയ പീസാണ്. ഇതൊക്കെ നമുക്ക് പ്രൈസ് വരുന്നത് ഒരു 150-55 റേഞ്ചിൽ കിട്ടാണ്. 6400 ഉണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് പീസാണ്. ഇതൊക്കെ നമുക്കൊരു 53,000 കിറ്റ് ലെൻസ് ആണ്. പ്ലസ് 1 year റിമൈനിങ് വാറന്റി ഉണ്ടാവും. അതുകൂടാണ്ട് സോണിയുടെ ഒരുപാട് ലെൻസസ് ഉണ്ട്. 24-17 മാസ്റ്റർ ഒക്കെ പകുതി പൈസ ഉള്ളൂ. നമ്മുടെ 65,000 ഉള്ളൂ. പ്ലസ് 2 മാസം ചെക്കിംഗ് വാറന്റി ഉണ്ട്. 2 month ചെക്കിംഗ് വാറന്റി. അതുകൂടാണ്ട് ഒരുപാട് ലെൻസസിന്റെ കളക്ഷൻസ് ഉണ്ട്. ഓക്കെ, 20-70 1 year വാറന്റി ഉള്ള പീസാണ്. 1,10,000 പുതിയത് പ്രൈസ് വരുന്നുണ്ട്.
നമുക്കൊരു 75,000 റേഞ്ച് കൊടുക്കും. ബിൽ കംപ്ലീറ്റ് ആക്സറീസ് ഉണ്ടാവും. അതുപോലെ ലെൻസസ് ഉണ്ട്, ജി മാസ്റ്റർ ലെൻസസ് ഉണ്ട്, 85, 35, 24 എല്ലാ സീരീസിലും ലെൻസ് നമുക്ക് അവൈലബിൾ ആണ്. വേണ്ടത് നമ്മുടെ ഷോപ്പായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ നടക്കുന്ന എല്ലാ സെക്കൻഡ്സും പ്രൊഡക്റ്റ് കമ്പനി വാറണ്ടി ഇല്ലാത്ത എല്ലാത്തിനും നമ്മള് 2 month കമ്പനി സപ്പോർട്ട് വാറണ്ടി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് കാനോണിറ്റി ക്യാനോണിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ക്യാനോണിൽ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറെ മോഡൽസ് നമുക്ക് അവിടെയാണ് സ്റ്റോക്ക് ഇരിക്കുന്നത്. നമുക്ക് കാണിച്ചു കൊടുക്കാം. അതുകൊണ്ട് ഇവിടെയുള്ള ഡിസ്പ്ലേയിൽ നമുക്ക് ഇവിടെ കാണിക്കാം. ക്യാനോണിന്റെ ഫുൾ ഫ്രെയിം ക്യാമറ ആണ്. ക്യാനോണിന്റെ 16 എന്ന് പറഞ്ഞ സീരീസ് ആണ്. പ്രൊഫഷണൽ ക്യാമറയാണ്, ഫുൾ ഫ്രെയിം ആണ്. 2007 ആ റേഞ്ചിലൊക്കെ ഇറങ്ങിയതാണ്. ഇപ്പോഴും നല്ല മൂവിങ്ങുള്ള ഒരു മോഡലാണ്. ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു 20,000 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്, ബോഡി ഓൺലി. പിന്നെ ഇതിലൊരു 50 ഒക്കെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ ഒരു 6,000 ആ റേഞ്ച് പറയുള്ളൂ. ബോഡീസിലെ ലെൻസ് ഇറങ്ങുമ്പോൾ ഒരു 26,000 ആ റേഞ്ചിൽ നമുക്ക് സ്റ്റോക്കിൽ കിട്ടും. അത് കൂടാണ്ട് 70 നമ്മുടെ ജപ്പാങ്കുരിശ് സിനിമയൊക്കെ എടുത്ത ക്യാമറ ഉണ്ട്. സംഭവം കുറച്ച് പഴക്കണ്ടെങ്കിലും കൂടിയിട്ട് അടിപൊളി സാധനമാണ്. CF കാർഡാണ് വരുന്നത്. ഇതിന്റെ ഫുൾ ബാറ്ററി ചാർജ്, ഫുൾ ആക്സറീസ് ഇറങ്ങുമ്പോൾ നമുക്കൊരു 15,000 വട്ടം നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് 2-3 പീസോളം നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെയാണ് ഒരു ലോ ബഡ്ജറ്റിൽ വരുന്ന ക്യാനോണിന്റെ സെക്ഷൻ വരുന്നത്. പിന്നെ ക്യാനോണിന്റെ 5D Mark IV ഫുൾ ഫ്രെയിം ക്യാമറയാണ്. ഇതൊക്കെ ആകുമ്പോൾ ഒരു 40,000 വട്ടാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ലെൻസ് കൂടി ഏകദേശം ലെൻസ് ഇപ്പോ ഇതിന്റെ 24-105 എന്ന് പറഞ്ഞ സീരീസിലുള്ള ലെൻസ് ഉണ്ട്. 24-105, 24-70 ഉണ്ട്. ഇതൊക്കെ ആകുമ്പോ ഒരു 24-70 ആകുമ്പോ പ്രൈസ് വരും. ഇതെനിക്കൊന്നും സീരീസ് അൺലൈക്ക് ആകുമ്പോ പ്രൈസ് വരുന്നതാണ്. അതെ അതെ, ഫംഗ്ഷനൊക്കെ എഴുതാൻ പറ്റിയ ലെൻസ്. ഇതൊക്കെ ആകുമ്പോ 55,000 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അതെ, പിന്നെ 24-105 നോണൈസ് അവിടെ സ്റ്റോക്ക് ഇരിക്കുന്നത്. അപ്പൊ നമുക്കൊരു 20,000 ബിലോ ആണ് പ്രൈസ് വരുന്നത്. പിന്നെ ക്യാനോണിന്റെ ഈ വോയിസ് ഒരു 10-20 പീസോളം സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. മാർക്കറ്റിലൊരു തരംഗം സൃഷ്ടിച്ച ഒരു ക്യാമറയാണ് ക്യാനോണിന്റെ ഈ വോയിസ്. 2017, 18, 19 കാലഘട്ടത്തിലൊക്കെ നല്ല മൂവിങ് ഉണ്ടായിരുന്ന ഒരു ക്യാമറയാണ്. ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സിനെ വളർത്തിയെടുത്ത ഒരു ക്യാമറയാണെന്ന് പറയാം. അതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അതൊക്കെ ആകുമ്പോൾ ഒരു 68,000 സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഇതില് വാറണ്ടി പീസ് ഉണ്ടോ? ഈ വോയിസ് ഓൾറെഡി കമ്പനി സ്റ്റോപ്പ് ചെയ്തു. വാറണ്ടി കഴിഞ്ഞ് പോയതാ. വാറണ്ടി ഉണ്ടാവില്ല, ഓൾറെഡി 3 years അപ്പോ ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒരു 65 റേഞ്ചിലൊക്കെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. കണ്ടീഷൻ ബേസ് ആയിരിക്കും പ്രൈസ് വരിക. ഈ കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 20 രൂപ വരും. ജസ്റ്റ് വാറണ്ടി കഴിഞ്ഞിട്ടുള്ളൂ. വാറണ്ടി കഴിഞ്ഞെങ്കിലും കൂട്ടിയിട്ട് നമ്മുടെ ഷോപ്പ് വാറണ്ടി ഉണ്ടാവും തോന്നുന്നുണ്ട്. ഇനി എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് റീപ്ലേസ് ചെയ്യാം അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാൻ ഓപ്ഷൻ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്യാമറ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ചെയ്യാം. ലോ ബഡ്ജറ്റില് ഇപ്പൊ ഞങ്ങൾക്ക് ക്യാമറ അത് മാറ്റി വേറെ പുതിയ ഇതിലോട്ട് മിറർലെസ്സിലോട്ട് കടക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവര് ഉണ്ടാവും. എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ക്യാനോണിന്റെ തന്നെ R6 എന്ന് പറഞ്ഞ സീരീസ് ആണ്. ഇതും ഫുൾ ഫ്രെയിം ആണ്. ഇപ്പൊ ഇതിന്റെ R6 മാർക്കറ്റ് എന്ന് പറഞ്ഞ ക്യാമറ ലോഞ്ച് ചെയ്തപ്പോ R6 ഓൾറെഡി സ്റ്റോക്ക് ചെയ്തു. അതിന്റെ റേറ്റും ഡ്രോപ്പ് ആയി. പ്രൈസ് വരുന്നത് 1 lakh ആ റേഞ്ച് ആണ്. നമ്മുടെ കയ്യിൽ ഒരു 10 പീസോളം സ്റ്റോക്ക് ഉണ്ട്. ഇതും കണ്ടീഷൻ ബേസ് ആണ് പ്രൈസ് വരും. അതിന്റെ സ്റ്റാർട്ടിംഗ് എങ്ങനെയാണ്? 1 lakh തൊട്ട് സ്റ്റാർട്ടിംഗ്. വിത്ത് ചാർജർ, ബാറ്ററി, വാറന്റിയോട് കൂടിയിട്ട് നമുക്ക് കൊടുക്കാം. അതുപോലെ R5 ഉണ്ട്. ക്യാമറ R5 ഇപ്പൊ R5 മാർക്കറ്റ് ഒരു 1 month മുന്നേ ലോഞ്ച് ചെയ്തു. ഓൾറെഡി ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യും. ഒരു 6 month സ്റ്റോപ്പ് ചെയ്യും. പ്രൈസ് ഡ്രോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് പ്രൈസ് വരുന്നത് ഒരു 1,50,000 ഒക്കെയാണ് പ്രൈസ് വരുന്നത്. ഇപ്പോഴത്തെ റേറ്റ് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ പീസ് ആണ്. വേണ്ടൊരു ക്യാമറയായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അതും 2-3 പീസോളം ഉണ്ട്. അതുപോലെ ഇതിന്റെ ലെൻസുകളും എല്ലാ മോഡൽസും ഉണ്ട് നമ്മുടെ. വൈൽഡ് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയതും അതുപോലെ ബ്ലോക്ക് ലെൻസസും എല്ലാ ലെൻസസും. പിന്നെ ലെൻസ് ഇല്ലാത്തില്ല, എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഏത് മോഡൽ ലെൻസ് നിങ്ങൾ ആവശ്യമുള്ളവരാണെങ്കിൽ ഏത് മോഡൽ വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് സ്റ്റോക്കും ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ സെക്ഷനിൽ കുറെ മോഡൽസ് നമ്മൾ പരിചയപ്പെട്ടു. ക്യാമറാസ് ആണെങ്കിലും ലെൻസസ് ആണെങ്കിലും. പിന്നെ വൈൽഡ് ഫോട്ടോഗ്രാഫിയുടെ ആണെങ്കിൽ ക്യാനോണിന്റെ 6 അവിടെയാണ് ഇരിക്കുന്നത്. അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് നിക്കോൺ നോക്കാം. നിക്കോണിലും ഒരുപാട് സ്റ്റോക്സ് ഉണ്ട് നമുക്ക്.
മിറർലെസ്സിലാണെങ്കിൽ നമുക്ക് നിക്കോണിന്റെ Z30 എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്. വെറും 43,000 ഇത് ലെൻസ് അടക്കം വരുന്നത്. ഷട്ടർ കൗണ്ട് ഒക്കെ ഒരു 5,000 കിലോ ഷട്ടർ അടിച്ചത്. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് ആണ്. വിത്ത് ബോക്സ് ആൻഡ് ചാർജർ കംപ്ലീറ്റ് ആക്സറീസ് ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് Z30 കഴിഞ്ഞിട്ടുള്ള ഒരു സീരീസ് ആണ് Z50. ഇത് വിത്ത് ലെൻസ് അടക്കം നമുക്കൊരു 52,000 കൊടുക്കാം. ഇത് വീഡിയോഗ്രാഫിക്ക് നമുക്ക് സ്റ്റിൽ ആൻഡ് വീഡിയോ രണ്ട് പർപ്പസ് നമുക്ക് നടക്കും. വീഡിയോഗ്രാഫിക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് നിക്കോണിൽ വരുന്നത്. വ്ളോഗിങ്ങിനൊക്കെ ആണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് എപ്പോഴും കമ്പനി സജസ്റ്റ് ചെയ്യുന്ന നോളജ് ഇതൊക്കെ തന്നെ. Z30 Z50 അടിപൊളി. അതിന്റെ ടെലി ഫോട്ടോഗ്രാഫിക് ലെൻസ് ആണ്. 50 to 50 എന്ന് പറഞ്ഞ ലെൻസ് ആണ്. Z സീരീസ് ആണ്. ഇതാകുമ്പോ ഒരു 10,000 ഒക്കെ വരുന്നുള്ളൂ. ബ്ലോക്ക് ലെൻസും എല്ലാം അവൈലബിൾ അല്ലേ? ഈ ബ്ലോക്ക് ലെൻസ് എല്ലാം ഉണ്ട്. മൈക്രോ ഫോട്ടോഗ്രാഫിക്ക് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഈ മൈക്രോ ഫോട്ടോഗ്രാഫിക്ക് യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് നിക്കോണിന്റെ 105mm 2.8 എന്ന് പറഞ്ഞൊരു സീരീസ് ആണ്. ഇതൊക്കെ ആകുമ്പോ നമുക്കൊരു 35 ഒക്കെയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസസ് ആണ്. സിഗ്മയുടെ തന്നെ വൈഡ് ഒക്കെ എടുക്കാൻ പറ്റിയ തേർഡ് പാർട്ടി ലെൻസ് ആണ് സാംസങ്ങിന്റെ. ഇതൊക്കെ ആകുമ്പോ ഒരു 15,000 സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ്. 15,000. പിന്നെ സെഡിലൊക്കെ ആണെങ്കിൽ 85mm സെഡിന്റെ ലെൻസ് വരുന്നത്. പ്രൈസ് വരും 30,000 പ്രൈസ് വരുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി ഉള്ളൊരു മോഡലാണ് എഫ് മോഡല് 50mm 1.8. ഇതൊക്കെ ആകുമ്പോ നമുക്കൊരു 10,000 സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. എല്ലാവിധ ലെൻസസും ഉണ്ടാവും നമ്മുടെ ഈ 85 1.0 ഒക്കെ 2 lakh പ്രൈസ് വരുന്നുണ്ട്. 1 year വാറന്റി. അത് നമുക്കൊരു 1,50,000 റേഞ്ചിൽ കൊടുക്കാം. അത് കൂടാണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. D500 ഉണ്ട്. വൈൽഡ് ഫോട്ടോഗ്രാഫിക്ക് യൂസ് ചെയ്യുന്നതാണ് D850. ഇതൊക്കെ ആകുമ്പോ ഒരു 50 റേഞ്ച് ഒക്കെ വരുന്നുള്ളൂ. ഇത് നല്ല നീറ്റ് പീസാണ്. ഷട്ടർ കൗണ്ട് ഒക്കെ 10,000 ചെക്ക് ചെയ്ത് കാണിച്ചിട്ട് നമുക്ക് കസ്റ്റമർ ചെക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാം. പ്ലസ് നമ്മുടെ ഷോപ്പ് വാറന്റി ഉണ്ടാവും. അത് കൂടാണ്ട് 3500 ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. 20,000 ആണ് പ്രൈസ് വരുന്നത്. പിന്നെ ലുമിക്സിന്റെ ഒരു ഫുൾ കോംബോ ഇരിക്കുന്നുണ്ട്. 85 20,000 പ്ലസ് S5 Mark II എന്ന് പറഞ്ഞ സീരീസ് ആണ്. ഈ കോംബോക്ക് എത്ര റേറ്റ് വരുന്നത്? ഇതിൽ ബോഡിക്കാണെങ്കിൽ 1 year വാറന്റി ഉണ്ട്. നമുക്കൊരു 1,50,000 കൊടുക്കാം. 1,15,000 ബോഡി ഓൺലി. ഇതിന്റെ ലെൻസ് ഉണ്ട്. ഇത് 185 ഒക്കെ പ്രൈസ് വരുന്നത്. നമുക്കൊരു 1,10,000 ആണെങ്കിൽ പിന്നെ 85 അതാകുമ്പോ 30,000 ഇത് കോംബോ ആയിട്ട് കൊടുക്കാം. വേറെ ലെൻസസ് ഒരിക്കുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ലോ ബഡ്ജറ്റ്, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമറാസ് നമുക്ക് അവിടെ കാനോൺ, നിക്കോൺ, സോണി എന്നീ ബ്രാൻഡുകളിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമറാസ് ആണിത്. നമുക്ക് ഇപ്പൊ കാനോണിലൊക്കെ ആണെങ്കിൽ 1200 എന്ന് പറഞ്ഞ സീരീസ് ആണ്. ഇതൊക്കെ ആകുമ്പോ നമുക്കൊരു 12,000 സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അതെ, ഇത് 1855 അതിന്റെ ചാർജർ, ബാറ്ററി, എക്സ്ട്രാ ആക്സറീസ് എല്ലാം കൂടിയുള്ള പ്രൈസ് ആണ്. പ്ലസ് 2 മന്ത് ചെക്ക് ചെയ്യാൻ. അത് കൂടാണ്ട് നിക്കോണിലാണെങ്കിൽ 3300 എന്ന് പറഞ്ഞ സീരീസ് ആണ്. അത്യാവശ്യം നല്ല നീറ്റ് പീസ് ആണ്. ഒരു 5,000 ബിലോ ഷട്ടർ കൗണ്ടായി. റേറ്റ് ഒരു 15,000 ആ റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ ഈ കണ്ടീഷനിലുള്ള 3,000 എന്ന് പറഞ്ഞ ക്യാമറ ആവറേജ് പീസ് ആണ്. ഒറ്റ പീസ് ഉള്ളൂ. 10,000 rupees ആണ് പ്രൈസ്. വിത്ത് ലെൻസ് ആണ്. ഇതിന്റെ നല്ല നീറ്റ് പീസ് വരുമ്പോ 15,000 17,000 ആ റേഞ്ചിക്ക് ആവും. കണ്ടീഷൻ ബേസ് ആയിരിക്കും പ്രൈസ്. പിന്നെ നിക്കോൺ തന്നെ D90 എന്ന് പറഞ്ഞ സീരീസ് ആണ്. ഇപ്പൊ 18 നമുക്കൊരു 12,000. ലുമിക്സിന്റെ തന്നെ GF3 എന്ന് പറഞ്ഞ സീരീസ് ആണ്. സോണി ഇതിന്റെ കിറ്റ് ലെൻസ് ഇറങ്ങുമ്പോ ഒരു 10,000 ആ റേഞ്ച് ആണ്. എക്സ്ട്രാ ആക്സറീസ് ഉണ്ടാവും. ഒറ്റ പീസ് ഉള്ളത്. നെക്സ്റ്റ് കാനോണിന്റെ 80D ഉണ്ട്. 80D ഒക്കെ ആകുമ്പോ നമുക്ക് അതിന്റെ ലെൻസിന്റെ ഒരു ലെങ്ത് ബേസ് ആയിരിക്കും പ്രൈസ് വരിക. 18-135 ആണെങ്കിൽ നമുക്കൊരു 45,000 റേഞ്ചാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഇതിപ്പോ ലെൻസ് ഏത് ലെൻസ്? 18-135 ആണെങ്കിൽ ഇതടക്കം 45,000 പ്രൈസ് ആണ്. പിന്നെ 1855 ആകുമ്പോ നമുക്കൊരു 35 10,000 ലെസ് ആവും. 80D തന്നെ നമ്മുടെ ഒരു 4-5 പീസോളം സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ആ ഡിസ്പ്ലേയിലും ഒരുപാട് കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്. 200D 700D 200D Mark II. ഇതെല്ലാം ലോ ബഡ്ജറ്റിൽ വരുന്ന ക്യാമറാസ് ആണ്.
ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മോഡൽസ് ആണ്. അതുകൂടാണ്ട് വൈൽഡ് ഫോട്ടോഗ്രാഫിയുടെ ഒരുപാട് കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്. എല്ലാ മൗണ്ട്സും ഉണ്ട്. സോണി, കാനോൺ, നിക്കോൺ എല്ലാ മൗണ്ടും ഉണ്ട്. സോണിയുടെ 200, 600, 150, 600 എല്ലാ മോഡൽസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഷട്ടർ കൗണ്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഒരുവിധം എല്ലാ കസ്റ്റമേഴ്സിനും ചെക്ക് ചെയ്ത് കാണിച്ചു കൊടുത്ത് അവരുടെ സാറ്റിസ്ഫാക്ഷൻ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. പ്ലസ് നമ്മളൊരു 2 month ചെക്കിംഗ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സർവീസ് ചെയ്യും, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യും. EMI ബജാജ്, HDFC അങ്ങനത്തെ EMI നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്ത് നമുക്ക് EMI ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാർഡ് ഉണ്ടെങ്കിൽ സ്വൈപ്പ് ചെയ്ത് EMI ആക്കാം. പിന്നെ ഇവിടെ പിന്നെ കൂടുതൽ എൻക്വയറി ചെയ്യുന്നതാണ് ഡ്രോൺ ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. ഡ്രോൺസ് ഉണ്ട്, നമുക്ക് അവൈലബിൾ ആണ്. ഡ്രോൺസ് അവിടെയാണ് ഇരിക്കുന്നത്, വാത്തിരിക്കുന്നുണ്ട്. അതുപോലെ എയർടൂസ് ക്യാമറയും ലെൻസും കൂടാണ്ട് നമുക്ക് വേറെയും കുറെ എക്സ്ട്രാ ആക്സറീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ എല്ലാ ബ്രാൻഡ്സിന്റെയും ബാറ്ററീസ്, ചാർജർ, ഒറിജിനൽ ആണെങ്കിലും തേർഡ് പാർട്ടി ആണെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത് എപ്രാമായിട്ട് ഒരു കമ്പനിയുടെ ആണ്. ഒരു 6 month റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട്. ബഡ്ജറ്റ് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസും കുറവാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. നമ്മളൊരു 2 years ആയിട്ട് ചെയ്യണതാണ്, സ്ഥിരമായിട്ട് ചെയ്യണതാണ്. ഇതുവരെ യാതൊരു കംപ്ലൈന്റോ കാര്യങ്ങളോ റിട്ടേണോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഈ പ്രൊഡക്റ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. GoProന്റെ ബാറ്ററീസ് എല്ലാ ആക്സറീസ് ഉണ്ട്. പിന്നെ ഗിംബൽസ് ഉണ്ട്. RS4 ഗിംബലൊക്കെ നമുക്ക് ഇവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ആകുമ്പോൾ ഷോപ്പിൽ ഒരു 46,000 വരുന്നത് നമുക്ക് ഇവിടെ ഒരു 43,000 കൊടുക്കാം. സീൽഡ് ബോക്സ് പ്ലസ് 1 year വാറണ്ടി. RS3 അതുപോലെ ഡ്രോൺസ് ആണെങ്കിൽ നമ്മുടെ ഒരുപാട് സ്റ്റോക്ക് ചെയ്യും. അതിന് ഡ്രോൺസിന് വാറണ്ടി വരില്ല. അത് അവാത്താന്ന് പറഞ്ഞ സീരീസ് ആണ്. സ്പോർട്സ് ഡ്രോൺ ആണ്. ബോക്സ് പീസ് ആണ്. എക്സ്ട്രാ ആക്സറീസ് എല്ലാ ആക്സറീസും ഉണ്ട്. പിന്നെ എയർ ടൂവേഴ്സ് ഉണ്ട്, ഫുൾ കോംബോ ആണ്. അതൊക്കെ ആകുമ്പോൾ നമുക്കൊരു 70,000 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുണ്ട്. എയർ ടൂവേഴ്സ് അതുപോലെ റിംഗ് ലൈറ്റ്സ്, ലൈറ്റ് സ്റ്റാൻഡ് എല്ലാ എക്യുപ്മെന്റും നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ട്രൈപോഡ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഒരുപാട് സ്റ്റോക്കുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാമറയ്ക്ക് വേണ്ട എന്ത് അക്സസറീസും ഇവിടെ അവൈലബിൾ ആണ്. അത് വീഡിയോഗ്രാഫിക്കായാലും ഫോട്ടോഗ്രാഫിക്കായിട്ടും യൂസ് ചെയ്യേണ്ട പല അക്സസറീസുകളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടുത്തെ ലൊക്കേഷൻ ഒന്ന് എങ്ങനെ? ലൊക്കേഷൻ നമ്മുടെ തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് ഷോപ്പ് വരുന്നത്. തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡില് നമ്മുടെ പഴയ കലയൊക്കെ ഉണ്ട്. കലയുടെ നേരെ തൊട്ടടുത്തായിട്ടാണ് എല്ലാവരും പറയുന്ന ഒരു ഷോപ്പാണ് തൃശ്ശൂർ കല. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ഗോവാക്കലയിലൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ്. വാക്കിംഗ് ഡിസ്റ്റൻസ് ഓൺലി ഒരു 500 meter ഉള്ളൂ. KSRTC തൊട്ടടുത്താണല്ലോ രണ്ടും വരുന്നത്. ഇനിയിപ്പോ പുറമേ ഉള്ളവർക്ക് ഇങ്ങനെ അവർക്ക് ഇവിടെ വരാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മള് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ്. ഇവിടെ വരണമെന്നില്ല, കൊറിയർ അവൈലബിൾ ആണ്. പ്ലസ് 2 month ചെക്കിംഗ് വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് എങ്ങനെയാ നിങ്ങൾക്ക് വാട്സ്ആപ്പ് കോളിലൂടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ട് 3 നമ്പർ ഉണ്ട്. കസ്റ്റമറെ കുറിച്ച് സൗകര്യം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എക്സ്ട്രാ 2 നമ്പറും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ടൈമിംഗ് വരുന്നത് നമുക്ക് മോർണിംഗ് ഒരു 10 മണി തൊട്ടിട്ട് ഈവനിങ് ഒരു 8 മണി വരെയാണ്. ഈ സമയത്ത് കോണ്ടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ സൺഡേ ഉണ്ടോ? സൺഡേ നമ്മൾ ഓപ്പൺ ആണ്. സൺഡേ എത്ര മണി വരെ? സൺഡേ നോർമൽ ടൈം ആണ്. അപ്പോ എല്ലാ ദിവസവും വീക്കില് എല്ലാ ദിവസവും ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം.